ഹല്ലേലൂയ, ഹല്ലേലൂയ. ഷാലോം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് ദൈവം വിലമതിക്കുന്ന മരണം. 116 സങ്കീർത്തനത്തിൽ 15 തിരുലിഖിതം, തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. ആ വചനം നമുക്ക് നേരിട്ട് പറയാം. തൻ്റെ വിശുദ്ധരുടെ മരണം, തന്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്, അമൂല്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷയുടെ സമയത്ത് കർത്താവ് തൻ്റെ ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും ഉന്നതങ്ങളിൽ നിന്ന് അയച്ച് ഓരോ പ്രായത്തിലുള്ളവർക്ക് അവരവരുടെ പ്രായത്തിനും വളർച്ചയ്ക്കും അനുസരിച്ച് ദൈവവചനത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ നൽകി കുടുംബങ്ങളെയും വ്യക്തികളെയും അനുഗ്രഹിക്കുന്ന അനേക സംഭവങ്ങൾ അവർ പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രിയപ്പെട്ട മക്കളെ ശ്രദ്ധിച്ചിരിക്കുമെങ്കിൽ ആത്മാവിന് നിത്യരക്ഷയ്ക്ക് ഉതകുന്ന ദൈവരാജ്യ രഹസ്യങ്ങൾ കർത്താവ് ഓരോ മക്കൾക്കും വെളിപ്പെടുത്തി തരും. അതിനുവേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികൾ അവരുടെ രോഗാവസ്ഥകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ദുഃഖിതർ ദുഃഖങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഹൃദയ കാഠിന്യമുള്ളവർ അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ ദൈവത്തിന് സമർപ്പിക്കുക. കഠിന പാപത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്നവർ ആ പാപ അവസ്ഥയെ കർത്താവിന് മുമ്പിൽ വെളിപ്പെടുത്തി എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയണം. ഇതാ ഒരു കുടുംബം കഠിന രോഗത്തിൽ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് ബേബി കുഞ്ഞപ്പൻ. ഞാൻ എടപ്പള്ളി തോപ്പിൽ ഇടവകയാണ്. എൻ്റെ കാലിന് 7 വർഷമായിട്ട് കാല് എപ്പോഴും പൊട്ടിപ്പഴുത്ത് ഒരു വിരൽ കടന്നു പോണ സ്ഥിതിയിൽ പഴുത്തിരിക്കുകയാണ്. എറണാകുളത്ത് ഇനി ഞാൻ കിടക്കാൻ ഒരു ആശുപത്രിയില്ല. ചായക്ക് പലഹാരം തന്നെ പോലെയാണ് ഓരോ ആശുപത്രിയിൽ നിന്ന് എനിക്ക് മരുന്ന് തന്നത്. പിന്നീട് ഞാൻ അച്ഛൻ്റെ ധ്യാനം 2013 കൂടി എനിക്ക് സൗഖ്യം കിട്ടി. എന്നാലും എനിക്കൊരു എൻ്റെ അലസത കൊണ്ട് ഞാൻ അതിന് നന്ദി പറഞ്ഞില്ല. പിന്നീട് എനിക്ക് കാല് പൊട്ടിപ്പഴുത്തി ഡോക്ടർമാർ പറഞ്ഞ് പള്ളിയിലും കൂടി പോകരുതെന്ന് എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ പള്ളിയിൽ പോകും. ഈശോയെ സ്വീകരിക്കുമ്പോൾ അപ്പവും വീഞ്ഞും കഴിക്കുമ്പോൾ ഇതാണ് എൻ്റെ ഏറ്റവും വലിയ മരുന്നെന്ന് ഓർത്ത് ഞാൻ കഴിക്കാറുണ്ട്. എന്നെ എല്ലാവരും വഴക്ക് പറയും, അടങ്ങി വീട്ടിൽ ഇരിക്കും. ഈ പള്ളിയിലും അവിടെ ഇവിടെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും കേൾക്കുമെന്ന്. അടങ്ങി ഇവിടെ ഇരിക്കും, പള്ളി പോയാലും ഇവിടെ പോയാലും. എന്നാൽ ഞാൻ കുറേ നാളായിട്ട് വീട്ടിൽ കടന്ന് ചീത്ത പറഞ്ഞ് ഇവിടെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, എന്തിനാണ് അത്? അവിടെ ഇരുന്ന് ദൈവം തന്നെയല്ലേ ഇവിടെ ഇരിക്കണത്? പൊട്ട ചിന്തയാണത്. വീട്ടിലെ ദൈവവും പള്ളിയിലെ ദൈവവും ഒന്നല്ല. സഭയായി കൂടി ദൈവത്തെ ആരാധിക്കുന്ന പ്രാർത്ഥനകളും വീട്ടിൽ ഇരുന്നുള്ള നമ്മുടെ കുടുംബ പ്രാർത്ഥനയും വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. ഡോക്ടർമാർ പറഞ്ഞ് തലോണം വെച്ച് കിടന്നാൽ പോരാ, നിങ്ങൾ കട്ടിൽ ഇഷ്ടിക വെച്ച് പൊക്കിയിട്ട് വേണം കിടക്കാൻ എന്നൊക്കെ പറഞ്ഞു. ദൈവമേ, തലയണ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കാല് വെച്ചാൽ പോരാ, നിങ്ങൾ കുറേ ഇഷ്ടികകൾ എടുത്ത് വെച്ച് കൊന്നോട്ട്. എന്നാൽ ഞാൻ എല്ലാ ഞായറാഴ്ചയും 8:30 ടയ്യച്ഛൻ്റെ ധ്യാനം കൂടും. വാതിലടച്ചിട്ട് ഞാനും എൻ്റെ ഭർത്താവും കൂടി അച്ഛൻ പറയണ പോലെ തന്നെ കൈപൊക്കി ഞാൻ കെട്ടിയാൽ മടിക്കുമ്പോൾ ഞാൻ പറയും കൈപൊക്കി പിടിച്ച് നിൽക്ക് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ കാലിൽ ഒരു വിരൽ കടന്നു പോണ പഴുപ്പായിരുന്നു. ഒരു വിരൽ അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് പോകും. അതേമാതിരി പഴുത്ത് അങ്ങനെ അറ്റുപോയി വലിയ ദ്വാരങ്ങളായിരുന്നു കാലിൽ നിറഞ്ഞു നിന്നിരുന്നത്. 1000 പേരിൽ വന്ന ഒരു രോഗമാണെന്ന് പറയണത്. വളരെ റയറായിട്ട് വരുന്ന രോഗമാണ്. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ രോഗം എങ്ങനെ മാറിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ 1 മാസത്തെ മരുന്ന് തന്നാൽ അത് ഒരു 10 ദിവസത്തെ മരുന്നേ കഴിക്കാറുള്ളൂ. എന്നാലും എൻ്റെ രോഗമൊക്കെ മാറിത്തന്ന് ഈ പ്രാവശ്യം ഞങ്ങളുടെ ഇടവക ദിനത്തിൽ മത്സരങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ ബൈബിള് വായനയും പിന്നെ സങ്കീർത്തനത്തിനും ഒക്കെ ഫസ്റ്റ് കിട്ടി. അപ്പോൾ നടത്തമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയി വീട്ടിലറിയാണ്ടാണ് നടത്തത്തിന് നിന്നപ്പോൾ അച്ഛൻ പറഞ്ഞ് മുമ്പോട്ടല്ല എല്ലാവരും ബാക്കോട്ടാണ് നടത്തുമെന്ന് പറഞ്ഞു.
എന്നാലും ഞാൻ ബാക്ക് ഓടി ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച്. പുറകോട്ട് നടന്ന് ഫസ്റ്റ് വാങ്ങിച്ചു. നോക്കിയ കാലുകൾ വലിയ വിരലുകൾ ഇടാവുന്ന വിധം ദ്രവിച്ച് പോയ മാംസകഷ്ണങ്ങൾ അറ്ററ്റ് പോയ കാലായിരുന്നു. അത് ഈശോ സുഖപ്പെടുത്തി യാതൊരു കുഴപ്പമില്ലാതെ ഇപ്പോൾ ഒരു കറുത്ത പാട് മാത്രമേ ഉള്ളൂ. ബാക്കി ശരീരം പരിപൂർണ്ണ സൗഖ്യം കൊടുത്ത് കർത്താവ് അങ്ങോട്ട് അനുഗ്രഹിച്ചു. യേശുവേ നന്ദി. യേശുവേ. എന്നിട്ട് മുമ്പോട്ടല്ല പുറകോട്ട് നടന്ന് ഫസ്റ്റ് വാങ്ങി. അതാണ് ആ ചേച്ചി. കൈകൾ ഉയർത്തി ശക്തിയോടെ കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ നമ്മുടെ കർത്താവിന് മുമ്പിൽ എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്ക് അവരവരുടെ ഞെരുക്കത്തിലും വേദനയിലും അവ്യക്തതയിലും സങ്കടത്തിലും കണ്ണുനീരിലും ഒരു ദിവ്യ ഔഷധമായി രൂപാന്തരപ്പെടട്ടെ. കർത്താവേ, അറിവില്ലാത്തവരെ അവിടെ നിന്നാണല്ലോ പഠിപ്പിക്കുന്നത്, അവിടെ നിന്നാണല്ലോ നിത്യരക്ഷയുടെ വഴികൾ കാണിച്ചു കൊടുക്കുന്നത്, അവിടെ നിന്നാണല്ലോ മാനസാന്തരങ്ങൾ നൽകുന്നത്, അവിടെ നിന്നാണല്ലോ ആത്മാക്കളെ സ്വർഗത്തിന് വേണ്ടി ഒരുക്കുന്നത്. ഈ സമയം വചനം വായിച്ച് ഞങ്ങളെ ഒരുക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി, ഓ ദൈവത്തിൻ്റെ അത്ഭുത വചനമേ, നിത്യസത്യമേ, നിത്യവചനമേ, കൃപയുടെ വചനമേ, എന്നെ നയിക്കണമേ, എന്നെ ഭരിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവത്തിൻ്റെ വചനമേ, കൃപയുടെ വചനമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധ ശക്തിയേ, വഴിവിള തെളിയണേ. ഉന്നത ശക്തിയായ വചനമേ, വചനമേ എൻ്റെ മിഴികളെ വഴിവിള തെളിയണേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരുമിച്ച്, വചനമേ എൻ്റെ മിഴികളെ ദൈവവചനമേ, തെളിയണേ. നിത്യവചനമേ, വചനമേ എൻ്റെ മിഴികളെ വഴിവിള തെളിയണേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, വചനത്തെ വെളിപ്പെടുത്തണമേ, വ്യാഖ്യാനിക്കണമേ, ഉത്സാഹം നൽകണമേ, അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളെ തുറക്കണമേ. സാത്താൻ ബന്ധിച്ചിരിക്കുന്ന ആത്മാക്കൾ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. വചനത്തിന് വേണ്ടി കുടുംബങ്ങൾ ഒരുങ്ങട്ടെ, വചനത്തിന് വേണ്ടി സമൂഹം ഒരുങ്ങട്ടെ. ഓ വചനമേ, വചനമേ, മിഴികളെ വഴിവിള തെളിയണേ. വചനമേ എൻ്റെ മിഴികളിൽ വഴിവിള തെളിയണേ. വഴിവിള തെളിയണേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ദൈവരാജ്യ രഹസ്യങ്ങളെ ഉദ്ഘോഷിക്കുവാൻ ഈ ദാസനെ അനുഗ്രഹിക്കണമേ. കേൾക്കുന്ന ഓരോ മക്കളിലേക്കും പരിശുദ്ധാത്മാവേ അവിടുന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്വസ്ഥാനങ്ങളിലേക്ക് ഇരുന്ന് വചനം നമുക്ക് ശ്രവിക്കാം. 116 സങ്കീർത്തനത്തിലെ 15 തിരുലിഖിതം. തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. സാംസ് 116:15. കർത്താവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവിനെ മാനിക്കുന്നെങ്കിൽ ആ വ്യക്തി മരിക്കുമ്പോൾ കർത്താവും ആ വ്യക്തിയെ മാനിക്കും. എനിക്കിത് മനസ്സിലായത് നിരവധി വിശുദ്ധരുടെ
ജീവചരിത്രങ്ങൾ വായിച്ചപ്പോൾ അവരുടെ മരണത്തിൻ്റെ വിനാഴികയിൽ കർത്താവ് എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്തത് എന്നത് കണ്ടിട്ടാണ്. ഞാൻ ആദ്യമായിട്ട് ഇത് ഓർക്കുന്നത് വിശുദ്ധ അന്തോനീസ് പുണ്യവാളൻ്റെ ജീവചരിത്രം വായിച്ച സമയത്താണ്. വിശുദ്ധ അന്തോനീസ് പുണ്യവാളൻ്റെ ജീവചരിത്രം വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തോടടുത്ത രംഗങ്ങൾ വിവരിച്ചിരിക്കുന്ന ഭാഗമുണ്ട്. വിശുദ്ധ അന്തോനീസ് പുണ്യവാളൻ മരണത്തിൻ്റെ വക്കത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മരണത്തോടടുത്തപ്പോൾ വിശുദ്ധ അന്തോനീസ് പുണ്യവാളൻ പ്രാർത്ഥന നിർത്തി. ഇപ്പോൾ നല്ല മരണത്തിന് വേണ്ടി ചുറ്റുവട്ടത്ത് ആശ്രമത്തിലെ മറ്റ് ശിഷ്യന്മാരെല്ലാം ഉണ്ട്. അവരെല്ലാം നല്ല പ്രാർത്ഥനയും ഒരുക്കത്തിലുമാണ്. പെട്ടെന്ന് മരണത്തിൻ്റെ തൊട്ട് വക്കത്തെത്തിയപ്പോൾ അന്തോനീസ് പുണ്യവാളൻ പ്രാർത്ഥന നിർത്തി. എന്നിട്ട് ഒരു സ്ഥലത്തേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കാൻ തുടങ്ങി. ഉടനെ ചുറ്റുമുള്ളവർ ചോദിച്ചു, ഗുരു അങ്ങിപ്പോൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഉടനെ അന്തോനീസ് പുണ്യവാളൻ പറഞ്ഞു, ഇതാ ഞാൻ എൻ്റെ കർത്താവിനെ കാണുന്നു. പിന്നെ 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അന്തോനീസ് പുണ്യവാളൻ മരിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് വിശദമായി വചനം പഠിച്ചപ്പോഴും ആ കാര്യത്തെക്കുറിച്ച് വെച്ച് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായത്, അന്തോനീസ് പുണ്യവാളൻ്റെ മരണത്തിൻ്റെ ആ വിനാഴിക എത്തിയപ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും ദൈവപുത്രനായ യേശുക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് വലത് ഭാഗത്തുനിന്ന് അന്തോനീസ് പുണ്യവാളൻ്റെ അരികിലേക്ക് വരുന്നതും അന്തോനീസ് പുണ്യവാളൻ നേരിട്ട് കാണുകയാണ്. അതാണ് പ്രാർത്ഥന നിർത്തി അങ്ങോട്ട് തന്നെ നോക്കിയത്. ക്ഷണം നേരം കൊണ്ട് യേശു അരികിൽ വന്നു. യേശു അന്തോനീസ് പുണ്യവാളനെ വിളിച്ചു. അന്തോനീസ് പുണ്യവാളൻ പറഞ്ഞു, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കും. അന്തോനീസ് പുണ്യവാളൻ മരിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവവചനം കേട്ട് അനുതാപത്തോടും ഹൃദയ എളിമയോടും കൂടെ പാപങ്ങൾ വെറുത്തുപേക്ഷിച്ച് ഹൃദയത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവ് നാഥനമായി സ്വീകരിച്ച് യേശുക്രിസ്തുവിന് യോഗ്യമായ ദൈവ പൈതൽ എന്ന നിലയിലുള്ളൊരു ജീവിതം നമ്മൾ നയിച്ചാൽ മരിക്കുമ്പോൾ നമ്മെ കൊണ്ടുപോകാൻ യേശുക്രിസ്തു നമ്മുടെ അരികിലേക്ക് വരും. ഒരു വിശ്വാസി, ഒരു വിശുദ്ധൻ, കർത്താവിൻ്റെ ഒരു പ്രിയൻ മരിക്കുമ്പോൾ ആ ഭവനത്തിലേക്ക് ആ മകനെ കൊണ്ടുപോകാൻ വരുന്നത് കാലനല്ല. നമ്മുടെ മലയാളികളായ ചില കരയിൽ ചെല്ലുമ്പോൾ ചില ആളുകൾ മരിക്കുന്ന ആളുകളുടെ വീടിൻ്റെ അടുത്ത് പട്ടി കൂവിയാൽ കാലം വരുന്നത് കണ്ടിട്ട് കൂവുന്നതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതകാലത്ത് ദൈവവചനം കേട്ട് തങ്ങളുടെ പാപക്കറകളെ കഴുകി അനുതാപത്താൽ ജീവിതത്തെ നവീകരിച്ച് ഹൃദയം യേശുവിന് കൊടുത്ത് യേശുവിനെ സ്വന്തം ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി ആരാധിച്ച് വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടി ഉത്സാഹിക്കുന്ന ഒരു ദൈവ പൈതലാണ് മരിക്കണതെങ്കിൽ, ആ ദൈവ പൈതൽ മരിക്കുമ്പോൾ ആ വീടിൻ്റെ അടുത്ത് പട്ടി കൂവിയാൽ എന്തു തന്നെ സംഭവിച്ചാലും ആ ദൈവ പൈതൽ മരിക്കുമ്പോൾ ആ ദൈവ പൈതലിനെ കൊണ്ടുപോകാൻ വരുന്നത് കാലനല്ല. ആ ദൈവ പൈതലിനെ കൊണ്ടുപോകാൻ വരുന്നത് ദൈവപുത്രനായ യേശു തന്നെ. ഇതിനൊരു ഉദാഹരണം ബൈബിളിലുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 56-ാം തിരുലിഖിതം. അവിടെ കർത്താവിന് പ്രിയനായ എസ്തപ്പാനോസ് ആത്മാവിനാലും ശക്തിയാലും നിറഞ്ഞു വീര്യത്തോടെ സാക്ഷ്യം വഹിച്ച വീരനായ എസ്തപ്പാനോസിനെ അവർ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്. അങ്ങനെ കല്ലേറുകൊണ്ട് മരണത്തിൻ്റെ വക്കത്തെത്തിയ എസ്തപ്പാനോസ് മരണത്തിൻ്റെ തൊട്ട് വക്കത്തെത്തിയപ്പോൾ ദൈവവചനം പറയുകയാണ്, എസ്തപ്പാനോസിൻ്റെ മുഖം ദൈവദൂതൻ്റെ മുഖം പോലെ പ്രകാശിക്കാൻ തുടങ്ങി. വീണ്ടും 56-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? ഇതാ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതും മനുഷ്യപുത്രൻ പിതാവിൻ്റെ വലതുവശത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. എസ്തപ്പാനോസിന്റെ ജീവിതത്തിൽ മരണത്തിന് തൊട്ട് മുമ്പ് എസ്തപ്പാനോസ് കണ്ട കാഴ്ച, സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു, പിതാവിൻ്റെ വലതുഭാഗത്ത് മനുഷ്യപുത്രൻ ദൈവപുത്രൻ യേശുക്രിസ്തു നിൽക്കുന്നു. ഉടനെ യേശു അവിടെ നിന്ന് പുറപ്പെട്ട് എസ്തപ്പാനോസിന്റെ അരികിലേക്ക് വന്നു, കൈകൾ നീട്ടി. എസ്തപ്പാനോസ് പറഞ്ഞു, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എസ്തപ്പാനോസ് മരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം വിലമതിക്കുന്ന ജീവിതങ്ങളുണ്ട്, ദൈവം വില കെട്ടതായി കരുതുന്ന ജീവിതങ്ങളുണ്ട്, ദൈവം വിലമതിക്കുന്ന മരണങ്ങളുണ്ട്, ദൈവം വില കെട്ടതായി കരുതുന്ന മരണങ്ങളുമുണ്ട്.
ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1035 ഖണ്ഡിക പഠിപ്പിക്കുകയാണ്, മാരക പാപത്തോടെ മരിക്കുന്നവരുടെ ആത്മാക്കൾ മരിച്ചാൽ ഉടനെ നരകാഗ്നിയിലേക്ക് നിവദിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, മരിക്കുന്ന സെക്കൻഡ് വരെ അനുതാപത്തിനും മനസ്സ് തിരിവിനും ജീവിത നവീകരണത്തിനും ദൈവം അവസരം കൊടുത്ത് ദൈവം കാത്തിരിക്കുകയാണ്. അവസാന സെക്കൻഡിൽ പോലും ദൈവത്തെ മാനിക്കാതെ, ദൈവവിചാരം ഇല്ലാതെ, ദൈവത്തോട് മത്സരിച്ച്, ദൈവത്തെ എതിർത്ത്, ദൈവത്തെ ധിക്കരിച്ച് മാരകപാപത്തോടു കൂടെ തന്നെ മരിക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ ആ മരണത്തെ ദൈവം വിലമതിക്കുന്നില്ല. കാരണം മാരകപാപത്തോടെ മരിക്കുന്നവരുടെ ആത്മാക്കൾ മരിച്ചാൽ ഉടനെ നിത്യനരകാഗ്നിയിലേക്ക് നിവദിക്കുന്നു. എന്നാൽ മരിക്കുന്ന സെക്കൻഡ് വരെ യേശു ക്രിസ്തുവിന്റെ കുരിശു മരണത്തിലൂടെയുള്ള സൗജന്യ പാപക്ഷമയും രക്ഷയും സ്വീകരിക്കാൻ നമ്മുടെ ദൈവം നമുക്കായി അവസരങ്ങളെ ഒരുക്കി മാനസാന്തരത്തിന് നമ്മെ വീണ്ടും വീണ്ടും വിളിക്കുകയാണ്. ആ അവസരത്തെ നമ്മൾ സ്വീകരിച്ച് ജീവിതകാലത്ത് തിരിച്ചറിവുള്ള സമയത്ത് കർത്താവിനെ രക്ഷിതാവും നാഥനുമായി ആരാധിച്ച് തൻ്റെ ജീവിതത്തെ കർത്താവിന് സമർപ്പിക്കുന്നുവെങ്കിൽ, യേശുക്രിസ്തുവിനെ സ്വന്തം ഹൃദയത്തിൽ രക്ഷിതാനാഥനായി പൂജിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, ആ വ്യക്തി മരിക്കുമ്പോൾ നിത്യനരകാഗ്നി ആയിരിക്കില്ല ആ വ്യക്തി കാണുന്നത്. ആ വ്യക്തി മരിക്കുമ്പോൾ ശിക്ഷാവിധി അല്ല ആ വ്യക്തിയെ കാത്തിരിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം, റോമൻസ് ചാപ്റ്റർ 8:1. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വചനം നമുക്ക് നേരിട്ട് പറയാം. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ വചനം 126-ാം സങ്കീർത്തനത്തിൽ 6-ാം തിരുലിഖിതത്തിൽ രേഖപ്പെടുന്ന ഇങ്ങനെയാണ്: വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവർ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് കയറും. നമുക്കൊരു വീടുണ്ട്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ വീട്ടിൽ സ്വന്തം അപ്പൻ്റെ അരികിലേക്ക്, നമ്മുടെ സഹോദരങ്ങളുടെ അടുത്തേക്ക്, നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് നമ്മൾ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ കാലുവെച്ച് കയറുന്ന ഒരു ദിവസമുണ്ട്, നമ്മൾ മരിക്കുന്ന ദിവസം. ഈ ഭൂമിയിൽ അതിനനുസരിച്ച് ജീവിച്ചാൽ 126-ാം സങ്കീർത്തനം 6-ാം വാക്യം പഠിപ്പിക്കുകയാണ്: വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവർ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് കയറും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ വചനം കേൾക്കുന്നതും ഇങ്ങനെയുള്ള ഓരോ ശുശ്രൂഷകൾ പോകുന്നതും കഷ്ടപ്പെടുന്നതും ഉപവസിക്കുന്നതും ത്യാഗം സഹിക്കുന്നതും സത്യസന്ധമായി ജീവിക്കാൻ വേണ്ടിയുള്ള എല്ലാ കഷ്ടതയും കണ്ണുനീര് വഹിക്കുന്നതും ഈ ഭൂമിയിൽ ദൈവവചനത്തിനും ദൈവത്തിന് യോജിച്ച വിധം ജീവിക്കാൻ വേണ്ടി, ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി, പാപത്തെ ഉപേക്ഷിച്ചുള്ള ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നാം ഏറ്റെടുക്കുന്ന സർവ്വ കണ്ണുനീരിനും വിലയുണ്ട്. സർവ്വ കണ്ണുനീരിനും വിലയുണ്ട്. അതിൻ്റെ എല്ലാം യോഗ്യത മരിക്കുന്ന സമയത്ത് തൊട്ട് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കുന്ന ഒരുപാട് പേര് ഇന്ന് ലോകത്തിലുണ്ട്. പ്രിയപ്പെട്ട ദൈവ പൈതലേ, എനിക്കും നിങ്ങൾക്കും ചുറ്റിലും ഇടതും വലതും അനേകം ആളുകൾ ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാതെ, വചനത്തിൽ വെള്ളം ചേർക്കാതെ, മായം കലർത്താതെ, വചനമായി തന്നെ 100% അനുസരിച്ച് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുകയും ചെയ്യുന്ന ആയിരങ്ങൾ ഇന്ന് നമുക്ക് ചുറ്റിലുമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ദൃഷ്ടിയിൽ ഇവരുടെ ജീവിതത്തിൽ കണ്ണുനീരും ഞെരുക്കവും വേദനയുണ്ടെങ്കിൽ പോലും ഒരു കാര്യം ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നുണ്ട്: അവരുടെ മരണനിമിഷത്തിൽ പോലും അവരെ മാനിക്കാനും ആദരിക്കാനും ദൈവത്തിന് കഴിയും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 11-ാം അധ്യായം 26-ാം തിരുലിഖിതം, മൃത്യുദിനത്തിലും പ്രവൃത്തിക്കൊത്ത പ്രതിഫലം നൽകാൻ കർത്താവിന് കഴിയും. മൃത്യുദിനത്തിലും പ്രവൃത്തിക്കൊത്ത പ്രതിഫലം നൽകാൻ കർത്താവിന് കഴിയും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന് യോഗ്യമായ വിധം ഈ ഭൂമിയിൽ നമ്മൾ പാപത്തെ പരിത്യജിച്ച് എളിമപ്പെട്ട് നിർമ്മല ജീവിതത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയാൽ നമ്മുടെ മരണനിമിഷത്തെ ദൈവം ഒരുപാട് വിലമതിക്കുന്നുണ്ട്. തൻ്റെ പ്രിയപ്പെട്ടവരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. ഏതെങ്കിലും ഒരു മാലാഖയെ അയച്ചിങ്ങോട്ട് കൊണ്ടുവരിക അല്ല ചെയ്യുന്നത്. കർത്താവ് തന്നെ നേരിട്ട് വന്ന് തൻ്റെ പ്രിയരെ തൻ്റെ പരിശുദ്ധ നാട്ടിലേക്ക്, തൻ്റെ പ്രിയയെ
തൻ്റെ സവിധത്തിലേക്ക്, തൻ്റെ കൂടാരത്തിലേക്ക്, നിത്യനാട്ടിലേക്ക് അവൻ കൂട്ടിക്കൊണ്ടു പോകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് 2 കരങ്ങളും കൂപ്പി, കർത്താവേ, ഈ ഭൂമിയിൽ വീണ്ടും വിചാരത്തോടെ ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 35-ാം തിരുലിഖിതം, നിങ്ങൾ അരമുറുക്കുകയും വിളക്ക് കത്തിച്ചു വിരിക്കുവിൻ. നിങ്ങൾ അരമുറുക്കുകയും വിളക്ക് കത്തിച്ചു വിരിക്കുവിൻ. മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കാൻ നമ്മുടെ കർത്താവ് നമുക്ക് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നിർദ്ദേശം തന്നിട്ടുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 33-ാം തിരുലിഖിതം, ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ നിങ്ങൾക്കായി സംഭരിച്ചു കൂട്ടുവിൻ. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ നിങ്ങൾക്കായി സംഭരിച്ചു കൂട്ടുവിൻ. കർത്താവ് വിലമതിക്കുന്ന ജീവിതമാണ് സ്വർഗത്തിൽ നിക്ഷേപത്തെ സംഭരിച്ചു കൂട്ടുന്ന ജീവിതം. സ്വർഗത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി നിക്ഷേപത്തെ ഞാനും നിങ്ങളും കൂട്ടണം. എൻ്റെയും നിങ്ങളുടെയും മരണത്തിന് വേണ്ടി ഞാനും നിങ്ങൾ ഒരുങ്ങണം. കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം, ഭക്തിയോടെ നമുക്ക് ആരാധിച്ച് പ്രാർത്ഥിക്കാം. നീതിമാനെ ഓർത്തിടുന്നു ദൈവം, വീണ്ടും നീതിമാനായി വന്നിടുമേ വാനിൽ. നീതിമാനെ ഓർത്തിടുന്നു ദൈവം, വീണ്ടും നീതിമാനായി വന്നിടുമേ വാനിൽ. പാപി നിന്നെ വിളിക്കുന്നു താതൻ, നിന്റെ പാപം വിട്ട് വന്നിടുക നേരം. പാപി നിന്നെ വിളിക്കുന്നു താതൻ, നിന്റെ പാപം വിട്ട് വന്നിടുക വേഗം. വാ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിലവനിടം താ. നിൻ ഹൃദയത്തിലവനിടം താ. യേശുവേ, നിൻ ഹൃദയത്തിലവനിടം. യേശുവേ, യേശുവേ, കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. എന്റെ രക്ഷിതാവേ, വീണ്ടും വിചാരം നൽകണമേ. എന്നെ ഇപ്പോൾ ഒന്ന് സ്പർശിക്കണമേ. എല്ലാം മനസ്സിലാക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവേ, പാവപ്പെട്ടവനാണ് കർത്താവേ, സ്പർശിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ എന്ത് വന്നാലും എൻ്റെ വഴിയിൽ കൂടെ തന്നെ പോവുകയുള്ളൂ എന്ന് മറക്കട മുഷ്ടി പിടിക്കുന്ന മക്കളോട് ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 12-ാം അധ്യായം 13-ാം തിരുലിഖിതം, പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ ആർക്ക് സഹതാപം തോന്നും? ഹിംസ്ര ജന്തുക്കളെ സൂക്ഷിക്കുന്നവന് അതിൽ നിന്ന് അപകടം ഭവിച്ചാൽ ആർക്ക് അനുകമ്പ തോന്നും? മകനെ, മകളെ, നിന്റെ ഹൃദയത്തിൽ നീ രഹസ്യമായി പാപത്തെ നീ പോറ്റി വളർത്തിയിട്ട് നീ നിത്യനരകാഗ്നി പോയാൽ ആർക്ക് അനുകമ്പ തോന്നും? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മുട്ടുകുത്തി നിന്ന് എളിമയോടെ ഈശോയെ നോക്കി യേശുവേ എന്ന് ഹൃദയം നുറുങ്ങി വിളിച്ച് കണ്ണുനീരോടെ ഈ സമയം പ്രാർത്ഥിക്കാം. കർത്താവ് ഹൃദയങ്ങളെ അറിഞ്ഞ് സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വർഷിച്ച് നമ്മുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും നവീകരിക്കും. യേശുവേ, 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 യേശുവേ,
രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയിലേക്ക് നോക്കി യേശു എന്ന അത്യുന്നത നാമത്തെ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഉറക്കെ വിളിക്കുന്നു. യേശുവേ, ഓ ജീസസ്, യേശുവേ, 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 യേശുവേ,